Hello everyone, welcome to the channel. I am Shyam Krishnan. Our next topic is switched reluctance motor. അതായത് എൻ്റെ തൊട്ട് മുമ്പത്തെ ലെക്ചർ ആയിരുന്ന റിലക്റ്റൻസ് മോട്ടർ എന്നുള്ള എൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. റിലക്റ്റൻസ് മോട്ടറിന്റെ ഒരു ടൈപ്പ് ആണ്. വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് റിലക്റ്റൻസ് മോട്ടർ ഈസ് സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. സോ ലെറ്റ്സ് ഗോ ഇൻടു ദിസ് ടോപ്പിക്. So this is the constructional figure of a switched reluctance motor. എൻ്റെ ലെക്ചർ 1-ലും ഞാനിത് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് തന്നെയാണ് ഈ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിന്റെയും. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലക്റ്റൻസ് മോട്ടറാണ് ഈ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. A switched reluctance motor or SRM is also known as variable reluctance motor. അതായത് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ എന്നും ഈ ഒരു മോട്ടറിനൊരു പേരുണ്ട്. This motor works on the principle of variable reluctance. സോ എന്താണ് വേരിയബിൾ റിലക്റ്റൻസ് എന്നുള്ളതും എന്താണ് റിലക്റ്റൻസ് മോട്ടർ എന്നുള്ളതും എൻ്റെ തൊട്ട് മുമ്പത്തെ ലെക്ചർ ആയിരുന്ന റിലക്റ്റൻസ് മോട്ടർ എന്നുള്ള ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിനും. നമ്മളുടെ KTU സിലബസിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് മറ്റൊരു ലെക്ചറായിട്ട് ഇത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ ഒരു സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. So as the name suggests, the switching inverter is required for the operation of switched reluctance motor. എന്താണ് ഈ ഒരു സ്വിച്ചിങ് ഓപ്പറേഷൻസ് ഞാൻ എൻ്റെ ലെക്ചർ 1-ൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് പോലെ ഇതിനകത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയിൽസ് ഉണ്ട്. ലൈക്ക് A ഡാഷ് B ഡാഷ്. ഇതിൽ കാണാൻ പറ്റുന്നത് പോലെ ഡിഫറെന്റ് സെറ്റ് ഓഫ് കോയിൽസ് ഉണ്ട് ഈ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിൽ. ലൈക്ക് വി ക്യാൻ സീ ഹിയർ, ഇത് ഈ ഒരു കോയിലും ഇത് രണ്ടും A ഡാഷ് ആണ്, ആൻഡ് ദിസ് ഇസ് B ആൻഡ് ദിസ് ഇസ് B ഡാഷ്, and C dash, like that different set of coils are there in a switched reluctance motor. So ഇതൊരു ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ചിങ് ഇൻവെർട്ടർ ആവശ്യമാണ്. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്. ഇതിന്റെ പവർ കൺവേർട്ടർ സർക്യൂട്ട്സ് ആണ് ഇതിന്റെ നെക്സ്റ്റ് ലെക്ചറിൽ വരുന്നത്. സോ ഈ ഒരു ലെക്ചറിൽ എന്താണ് സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു 6 പോൾ സ്റ്റേറ്റർ ആൻഡ് 4 പോൾ റോട്ടർ ഉള്ള ഒരു സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിന്റെ ഫിഗർ ആണ്. So there are 6 poles in stator and 4 poles in rotor. സാധാരണ KTU എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഇത്ര നമ്പർ ഓഫ് പോൾ ഉള്ള സ്റ്റേറ്റർ ആൻഡ് ഇത്ര നമ്പർ ഓഫ് പോൾ ഉള്ള റോട്ടർ. ഫോർ എക്സാമ്പിൾ 6:4 SRM, ലൈക്ക് അതായത് 6 പോൾ സ്റ്റേറ്റർ ആൻഡ് 4 പോൾ റോട്ടർ. അതുപോലെ അല്ലെങ്കിൽ 8:4 അല്ലെങ്കിൽ 8:6. സോ ഈ ഒരു റേഷ്യോ തന്നുകൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഇത്രയും നമ്പർ ഓഫ് പോൾസ് ആണെങ്കിൽ അത്രയും എണ്ണം തന്നെയാണ് നിങ്ങളുടെ ഫിഗറിൽ വരയ്ക്കേണ്ട നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഓഫ് സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. The stator of SRM is built by stacking suitably punched silicon laminations to appropriate length. അതായത് സിലിക്കൺ ലാമിനേഷൻസ് ചേർത്തുകൊണ്ടുള്ള സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാനും ലാമിനേറ്റ് ചെയ്യുന്നത് എഡി കറന്റ് ലോസ് കുറയ്ക്കാനുമാണ്. സോ അത്തരത്തിൽ ആയിട്ടുള്ള ലാമിനേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സാലിയന്റ് പോൾസ്. അതാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത്. സാലിയന്റ് പോൾ സ്ട്രക്ചർ ആയിരിക്കും ആൻഡ് ക്യാരീസ് കോൺസെൻട്രിക് വൈൻഡിങ്സ്. ദ റോട്ടർ കണ്ടെയ്ൻസ് നോ വൈൻഡിങ് ഓർ പെർമനന്റ് മാഗ്നറ്റ്. അതായത് റോട്ടറിൽ വൈൻഡിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൂടാതെ അത് പെർമനന്റ് മാഗ്നറ്റും ആയിരിക്കില്ല. ഒരു നോർമൽ സ്റ്റീൽ റോട്ടർ ആയിരിക്കും അത്. ഇറ്റ് ഈസ് ബിൽഡ് അപ്പ് ഓഫ് സ്റ്റീൽ ലാമിനേഷൻസ്. അതായത് സ്റ്റീലിന്റെ ലാമിനേഷൻസ് ചേർത്താണ് റോട്ടർ ഉണ്ടാക്കുന്നത്. പെർമനന്റ് മാഗ്നറ്റും ആയിരിക്കില്ല, റോട്ടറിൽ വൈൻഡിങ്ങും ഉണ്ടായിരിക്കില്ല. അത് രണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് ഡ്യൂ ടു ദ മെക്കാനിക്കൽ സിംപ്ലിസിറ്റി ദാറ്റ് കോസ്റ്റ് SRM ഈസ് പ്രോമിസിംഗ്ലി ലോ. So these are the different configurations of switched reluctance motor. അതായത് കൺസ്ട്രക്ഷനിലെ ഓരോ കോൺഫിഗറേഷൻസ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് വൺ ഈസ് 6/4 സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ് എന്നുള്ളത് 6ഉം നമ്പർ ഓഫ് റോട്ടർ പോൾസ് ഉള്ളത് 4ഉം ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് 8/6 SRM, which means 8 ആണ് നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ്, 8 ആണ് നമ്പർ ഓഫ് റോട്ടർ പോൾസ്, 6 ആണ്. തേർഡ് വൺ ഈസ് 10/4 SRM ആൻഡ് ഫോർത്ത് വൺ ഈസ് 12/8 SRM. അതായത് ഓരോ മോട്ടറിനും എത്രത്തോളം ആയിരിക്കണം അതിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ് അല്ലെങ്കിൽ റോട്ടർ പോൾസ് എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അതിലേക്ക് എത്ര കോയിൽസ് ഉണ്ട്, എത്ര വൈൻഡിങ് ഉണ്ട്, എത്രയായിരിക്കും അതിന്റെ ഒരു റൊട്ടേഷണൽ കോൺഫിഗറേഷൻ എന്നുള്ളതൊക്കെ ഈ ഒരു നമ്പർ ഓഫ് സ്റ്റേറ്ററിനെയും നമ്പർ ഓഫ് റോട്ടർ പോൾസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഈ ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ പോൾസ് മാറും. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് KTU യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഡ്രോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ
an 8/6 switched reluctance motor. അതായത് 8/6 ആണെങ്കിൽ ഫിഗർ ബി ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ 10/4 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേഷ്യോ ക്വസ്റ്റ്യനിൽ തരും. ആ ഒരു റേഷ്യോയിലാണ് നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു 8/4 അല്ലെങ്കിൽ 8/6 എന്നാണ് പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ് 8ഉം നമ്പർ ഓഫ് റോട്ടർ പോൾസ് 6ഉം ആയിരിക്കും. ആ ഒരു റേഷ്യോയിൽ വേണം നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോർമലായിട്ട് എന്റെ ഫസ്റ്റ് ലെക്ചറിൽ പറയുന്ന പോലെ തന്നെ റിലക്റ്റൻസ് മോട്ടറിന്റെ ബേസിക് പ്രിൻസിപ്പിളും വർക്കിങ്ങും കൺസ്ട്രക്ഷനും എല്ലാം തന്നെ സിമിലർ ആയിട്ട് എഴുതാവുന്നതാണ്. Let's see the working principle of switched reluctance motor. എന്റെ പ്രീവിയസ് ലെക്ചറിൽ, അതായത് റിലക്റ്റൻസ് മോട്ടർ എന്ന ടോപ്പിക്കിലുള്ള ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഒരു സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. So let's see the working principle. The stator has winding, either single phase or three phase winding. Single phase ആണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ winding പോലെ തന്നെയാണ്. Like main winding and auxiliary winding will be there, or we can use three phase supply and three phase winding. So when we are giving a stator a supply, it creates a rotating magnetic field. The reluctance torque is developed because induced magnetic field in the rotor has a tendency to cause a rotor to align with the stator field at minimum reluctance position. അതായത് ഈ റിലക്റ്റൻസ് ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ മോട്ടോർ ഓടുന്നത് റിലക്റ്റൻസ് ടോർക്കിലാണ്. എങ്ങനെയാണ് റിലക്റ്റൻസ് ടോർക്ക് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ മിനിമം എയർ ഗ്യാപ്പ് ഉള്ളത് ആ മിനിമം എയർ ഗ്യാപ്പിലായിരിക്കും മിനിമം റിലക്റ്റൻസ് ഉള്ളത്. സോ ആ മിനിമം റിലക്റ്റൻസ് ഉള്ള സ്ഥലത്തേക്ക് റോട്ടർ ചെന്ന് അലൈൻ ആകുന്നു. അതായത് സ്റ്റേറ്റർ പോളുമായി റോട്ടർ പോൾസ് അലൈൻ ആകുന്നു എവിടെയാണോ മിനിമം റിലക്റ്റൻസ് ഉള്ളത്. സോ നിങ്ങൾക്ക് ആലോചിച്ചാൽ പിടികിട്ടും, സ്റ്റേറ്റർ പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റ് ആണ് സ്റ്റേറ്ററിൽ ബൈൻഡിങ്ങിലുള്ളത്, ഇലക്ട്രോമാഗ്നറ്റ് ആണ്. സോ നമുക്ക് അതിന്റെ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റേറ്റർ പോൾസിനെ മാറ്റിക്കൊണ്ടിരിക്കാം. സോ സ്റ്റേറ്റർ പോൾസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും റോട്ടർ അതിന്റെ പുറകെ കിടന്നു റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അതിന്റെ പുറകെ കിടന്നു ഓടും. അങ്ങനെയാണ് ഈ മോട്ടോർ ഓടിത്തുടങ്ങുന്നത്. സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ആണിത്. ഈ ഒരു ഫിഗർ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ലൈക്ക് ഒരു സ്റ്റെപ്പർ മോട്ടറിനെ പോലെ തന്നെയുള്ളൊരു ഫിഗർ ആണ് ഇതിലുള്ളത്. So reluctance motor operate in the principle that forces are established that tend to cause iron poles carrying magnetic flux to align with each other. അതായത് ഇതിന്റെ റോട്ടർ എന്ന് പറയുന്ന ഒരു സാധാരണ അയൺ പോൾ ആണെന്ന് വിചാരിക്കുക. ഒരു അയൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധാരണ റോട്ടർ ആണിത്. വൈൻഡിങ്സ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കാണാം, ഈ ഫിഗർ 2.3 നോക്കിയാൽ കാണാം, ആ ഒരു ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന ഒരു മോട്ടറാണ് റിലക്റ്റൻസ് മോട്ടർ. അതിന്റെ സ്റ്റേറ്റർ വൈൻഡിങ് നോക്കുക. സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് എ ഡാഷ് അതൊരു വൈൻഡിങ് ആണ്. നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിൽ അതിന്റെ വൈൻഡിങ് കണക്ഷൻ ഉണ്ട്, നമുക്കതിൽ കാണാം. എ അവിടുന്ന് സീരീസ് ആയിട്ട് തന്നെയാണ് എ ഡാഷും കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇങ്ങനെ എത്ര പോൾസ് ഉണ്ടോ അത്രയും കണക്ഷൻസ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ സാധിക്കും. അത് യൂസിങ് ഏതെങ്കിലും ഒരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓരോ സെറ്റ് ഓഫ് വൈൻഡിങ്ങിലേക്കും സപ്ലൈ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. സോ സ്വിച്ച് S1, S2, S3, S4 ഇതുപോലെ ഓരോ സ്വിച്ചുകൾ ഓരോ വൈൻഡിങ്സിനും ഉണ്ട്. സോ സ്വിച്ച് S1 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ വരുന്നത് എ ഡാഷിൽ മാത്രമായിരിക്കും, ബാക്കിയുള്ള എല്ലാ സ്വിച്ചുകളും ഓപ്പൺ ആയിരിക്കും. സോ ഇപ്പോൾ സപ്ലൈ നമുക്ക് ഇതിന്റെ ഒരു വർക്ക് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇതിന്റെ ഒരു സപ്ലൈ എ ഡാഷിലേക്ക് കൊടുക്കുന്നു. സോ തീർച്ചയായും എ ഡാഷ് എക്സൈറ്റഡ് ആകും. അതായത് എ ഡാഷ് ആണ് ഇപ്പോൾ മാഗ്നറ്റിക് സ്റ്റേറ്റർ പോൾസ്, ബാക്കി എല്ലാ പോൾസും ഇപ്പോൾ ഓഫ് ആണ്. സോ എ ഡാഷ് എക്സൈറ്റഡ് ആകുമ്പോൾ നടുക്കുള്ള റോട്ടർ എങ്ങനെയാണെന്നുള്ളതാണ് താഴെ കാണിക്കുന്ന ഫിഗർ. താഴെ കാണിക്കുന്ന 3 ഫിഗേഴ്സിൽ ഫസ്റ്റ് വൺ നോക്കുക, വിച്ച് മീൻസ് ഫേസ് എ ഈസ് എക്സൈറ്റഡ് നൗ. ഫേസ് എ എക്സൈറ്റഡ് ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എ ഡാഷ് ആണ് ഇപ്പോൾ എക്സൈറ്റഡ്. സോ ഇതിന് നേരെ 1 and 4 ആയിരിക്കും ഇപ്പോൾ അലൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ഇവിടെയാണ് ഇപ്പോൾ മിനിമം എയർ ഗ്യാപ്പ് ഉള്ളത്. നോക്കാം, എയ്ക്കും 1ന്റെ ഇടയ്ക്ക് മിനിമം എയർ ഗ്യാപ്പ് ആണ്. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ എയർ ഗ്യാപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ റിലക്റ്റൻസ് കൂടുതലാണ്. ഈ സ്ഥലത്ത് എയ്ക്കും 1ന്റെ ഇടയ്ക്ക് റിലക്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ഇപ്പോൾ എയും 1ഉം ലോക്കായി, അതേപോലെ എ ഡാഷും 4ഉം ലോക്കായി. ഓക്കെ, ഇതാണ് ഫേസ് എ എക്സൈറ്റ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് എ ഓഫ് ചെയ്തുകൊണ്ട് ഫേസ് ബി എക്സൈറ്റ് ചെയ്യാൻ പോവുകയാണ്, വിച്ച് മീൻസ് ബി ഡാഷ്. ഇതാണ് നെക്സ്റ്റ് വൈൻഡിങ്. ബി ഡാഷ് എക്സൈറ്റ് ചെയ്യുമ്പോൾ
ഈ ഒരു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2 5 ഇപ്പൊ അതിന്റെ തൊട്ട് പുറകിലായിരുന്നു. അപ്പൊ ബി ഡാഷ് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ 2 5 എന്നുള്ളത് കുറച്ച് ലെഫ്റ്റിലേക്ക് കറങ്ങി, അതായത് ഏകദേശം 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ബി ഡാഷുമായിട്ട് നേരെ വന്ന് അലൈൻ ആയി. മീൻസ് അവരിപ്പോ മാഗ്നറ്റിക്കലി ലോക്കായി. സോ 1ഉം 4ഉം ചെറുതായിട്ട് 15 ഡിഗ്രി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ മോട്ടറിന്റെ റോട്ടർ ചെറുതായിട്ട് ഇപ്പൊ റൊട്ടേറ്റ് ചെയ്താണ് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതേപോലെ ബി ഓഫ് ചെയ്ത ശേഷം സി നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ഫേസ് സി ഈസ് എക്സൈറ്റഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് സെക്കൻഡ് ഫിഗർ നോക്കാം. ഇപ്പൊ ഇവിടെ 3ഉം 6ഉം ചെറുതായിട്ട് പുറകിലാണ് നിന്നിരുന്നത്, സിയുമായിട്ട് അലൈൻഡ് അല്ല. 3ഉം സിയും അലൈൻഡ് അല്ല. പക്ഷേ ഫേസ് സി എക്സൈറ്റ് ചെയ്യുമ്പോൾ 3 പെട്ടെന്ന് സിയുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ നോക്കാം, സിയും 3ഉം അലൈൻഡ് ആണ്, അതുപോലെ സി ഡാഷും 6ഉം അലൈൻഡ് ആണ്. സോ മോട്ടർ കുറച്ചുകൂടെ റൊട്ടേറ്റ് ആയി. അപ്പൊ ഇതേപോലെ ആദ്യം എയും എ ഡാഷും എക്സൈറ്റ് ചെയ്യുന്നു, അപ്പോൾ ചെറുതായിട്ടൊന്നും മോട്ടർ റൊട്ടേറ്റ് ആകും. ശേഷം ബി എക്സൈറ്റ് ചെയ്യുന്നു, എ ഓഫ് ആക്കുന്നു, അപ്പോൾ ചെറുതായിട്ട് ഒരു 15 ഡിഗ്രി കുറച്ചുകൂടെ റൊട്ടേറ്റ് ആകും. ശേഷം സി എക്സൈറ്റ് ചെയ്യുന്നു, ചെറുതായിട്ട് റൊട്ടേറ്റ് ആകും. ഈ രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓരോ സെറ്റ് ഓഫ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിനോടൊപ്പം ഈ റോട്ടർ ആ ഒരു സ്റ്റേറ്റർ പോൾസുമായി അട്രാക്റ്റഡ് ആയിക്കൊണ്ട് അതിന്റെ ആ ഒരു ഫ്ലക്സിന്റെ പുറകെ കിടന്ന് റൊട്ടേറ്റ് ആവും. അപ്പൊ ഈ രീതിയിലാണ് ഒരു റിലക്റ്റൻസ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. മിനിമം അതാണ് അതിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. എവിടെയാണ് മിനിമം എയർ ഗ്യാപ്പ്, അവിടെ മിനിമം റിലക്റ്റൻസ് ആയിരിക്കും. ആ മിനിമം എയർ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തേക്ക്, അതായത് മിനിമം റിലക്റ്റൻസ് ഉള്ള സ്ഥലത്തേക്ക് റോട്ടർ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇതിന്റെ ഒരു വർക്കിംഗ് കാണിക്കുന്ന മറ്റൊരു വീഡിയോ ആണിത്. അതായത് ഫസ്റ്റ് ഫിഗർ ഈസ് എക്സൈറ്റേഷൻ ഓഫ് കോയിൽ എ. കോയിൽ എ എക്സൈറ്റ് ചെയ്യുമ്പോൾ എയും എ ഡാഷും അലൈൻഡ് ആണ്. ബാക്കിയെല്ലാം, അതായത് ബി മിഡ് വെയിലാണ്, സി അൺഅലൈൻഡ് ആണ്, ഡിയും മിഡ് വെയിലാണ്. ദെൻ എ ഓഫ് ആക്കിയ ശേഷം എക്സൈറ്റേഷൻ ഓഫ് ബി, അതാണ് നെക്സ്റ്റ് ഫിഗർ. സോ ബി അലൈൻഡ് ആയിരിക്കും, അതിനുശേഷമുള്ള സി മിഡ് വെയിലാണ്, ഡി അൺഅലൈൻഡ് ആണ്, എ മിഡ് വെയിലാണ്. ദെൻ എക്സൈറ്റേഷൻ ഓഫ് സി. സി എക്സൈറ്റേഷൻ ചെയ്യുമ്പോൾ സി അലൈൻഡ് ആണ്, ബാക്കി എല്ലാവരും അൺഅലൈൻഡ് ആയിട്ടും മിഡ് വെയിലുമാണ്. സോ ഈ രീതിക്കാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ഫിഗർ ആണിത്. സോ ഞാൻ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കാര്യമാണ് ഇവിടെ തിയറി ആയിട്ട് വെച്ചിട്ടുള്ളത്. ഫസ്റ്റിലെ എ ഡാഷ് എക്സൈറ്റ് ചെയ്യും, ദെൻ ബി ഡാഷ്, ലേറ്റർ സി ഡാഷ് ആൻഡ് ലേറ്റർ ഡി ഡാഷ്. സോ ഓരോ കോയിൽസ് എക്സൈറ്റ് ആകുന്നതിനനുസരിച്ച് ഈ ഒരു റോട്ടർ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. Then ഈ ഒരു current in sensor coils are usually controlled by some semiconductor switches. അതായത് ഇലക്ട്രോണിക് സ്വിച്ചസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്ററിലേക്കുള്ള കോയിൽസിലേക്കുള്ള സപ്ലൈ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. Overall, the system is known as self-synchronous motor drive. It can operate over a wide and controlled speed range. This is the working principle and constructional details of a switched reluctance motor, which is a classification or type of reluctance motor. So your topic ellarkum manasilayi ennu vishwasikkunnu. There is any doubt, you can comment it. Okay, so thank you everyone for watching.